ഒരു വിഷയം തരുമാ, എൻ പൊണ്ടാട്ടി വീട്ടിക്ക് പോയാച്ച്. ഇനി രേണുവിന് തുറന്ന മനസ്സോടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ പ്രേമന് നൽകാം. അല്ല, ചായയോ കാപ്പിയോ, ഞാനതാ ഉദ്ദേശിച്ചത്. പിന്നെ ദേ, എന്നെ ഇവിടുത്തെ അപ്പക്കുട്ടിനെ ഏൽപ്പിച്ചിട്ടാ എന്റെ ലുക്ക് പോയിരിക്കുന്നത്. ആ, നല്ല നിറം. സാരി ഐ മീൻ സാരി. സ്വന്തം സെലക്ഷൻ ആയിരിക്കും. അങ്ങേർക്ക് ഇത്തരം കളർ സെൻസ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തീർച്ചയാ. ആരെങ്കിലും സെലക്ട് ചെയ്തോട്ടെ, അതിന് പ്രേമൻ എന്താ കാര്യം? അത് കൊള്ളാം. എന്താ കാര്യന്നോ ഇത്രയോ മറന്ന? ചിങ്ങം 1-ാം തീയതി രേണുവിന് കിട്ടിയ പുതിയ ഹസ്ബൻഡ് മിസ്റ്റർ പ്രേം. എന്തിനിങ്ങനെ പേടിക്കുന്നേ? താലി കെട്ടിയില്ലെങ്കിലും സാക്ഷിയുണ്ടല്ലോ, ഡോക്ടർ പ്രസാദ്. പിന്നെ രേണു പേടിക്കുന്നു. പേടിയൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി ഹെൽപ്പ്, എന്ത് സഹായം വേണമെങ്കിലും രേണുവിന് എന്നോട് ചോദിക്കാം. ആരും അറിയില്ലെന്നേ. പിന്നെ ഈ ചുറ്റിക്കളി അതെനിക്ക് വലിയ ഇഷ്ടോ. ബൈ. സാർ ഇന്നിട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസിൽ കണ്ടിന്യൂറ്റി ചേഞ്ച് ഉണ്ടല്ലോ. ഇനി കുറച്ച് മാസത്തേക്ക് യാതൊരു കണ്ടിന്യൂറ്റി ഇല്ല. സാറേ, പെണ്ണുമ്പിള്ള സാറിന് ഡൈവേഴ്സ് ചെയ്തോ? ഡൈവോഴ്സ് ചെയ്തൊന്നുമല്ല, എന്റെ പെണ്ണുമ്പിള്ളക്ക് ഗർഭം പ്രസവിക്കാൻ വിട്ടു. ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ. ഇനി അവള് വീട്ടിൽ പൊങ്ങിയാലേ ഞാനിവിടെ പൊങ്ങും. ഇവിടെ പൊങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീണ്ടും പണിയൊപ്പിച്ച് അങ്ങ് വിട്ടാ മതി. അയ്യോ, കൂടുതൽ സംസാരിക്കല്ലേ, ക്ഷീണിക്കും. കീങ്ങുന്നേ ബില്ലൊക്കെ ശരിയാക്കി. എനിക്കൊരു 4 ദിവസത്തെ ലീവ് വേണമായിരുന്നു സാർ. എന്താ പ്രത്യേകിച്ച് ഒരു വിശേഷമുണ്ടോ? അല്ല, ഒരു നേർച്ച ഉണ്ടായിരുന്നു. എന്റെ മകൾ സരളയ്ക്ക് 17 വയസ്സ് പൂർത്തിയായാൽ പഴനിമല ചവിട്ടിച്ചേക്കാവുന്നു. സരളയ്ക്ക് 17 വയസ്സോ? അപ്പൊ അതിന്റെ മൂത്തത്? സരസു 19 വയസ്സ്. അപ്പൊ അതിന്റെ മൂത്തത്? സുനന്ദ 21 വയസ്സ്. സരള, സരസു, സുനന്ദ. എന്നിട്ട് ഇതുവരെ ആരും കല്യാണം കഴിപ്പിച്ചിട്ടില്ല സാർ. കഷ്ടമാണ് കേട്ടോ. എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എന്നോട് നേരത്തെ പറഞ്ഞില്ല? കള്ള കഴിവറടാ മോനെ, ഇതൊക്കെ പറയാൻ കൊള്ളാവുന്നവനാണോ നീ? എന്താ ശങ്കരൂട്ടി ആലോചിക്കുന്നത്? അല്ല സാർ, പറഞ്ഞതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമായിരുന്നല്ലോ. വിഷമിക്കണ്ട. ശങ്കരൻകുട്ടിയുടെ 3 പെൺമക്കളെയും നമ്മൾ ഈ കമ്പനിയിൽ മോഡൽ ഗേൾസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ ശങ്കരൻകുട്ടിക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാലോ. എന്താ ശങ്കരൻകുട്ടി ഒരുമാതിരി ഈഗോയും കോംപ്ലക്സും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് എന്നൊരു അന്യനായിട്ട് കാണുന്നേ? നിന്ന് സംസാരിക്കാ. എന്റെ മുമ്പിൽ ഇരിക്കണേന് ആരുടെങ്കിലും അനുവാദം ചോദിക്കണോ? ഈ പ്രായമായ പെൺകുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് വയസ്സാകാലത്ത് ഒരു പിതാവിനെ ജോലിക്ക് നടക്കാം. എനിക്കിത് ഇഷ്ടമല്ല ശങ്കരൻകുട്ടി. സാറിന് അതൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയാ. എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഇതാ ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, അവർക്ക് ഈ ജോലി വലിയ താല്പര്യമില്ല സാർ. എന്റെ മോഡലിംഗിന്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഈ ജോലിയിൽ താല്പര്യമുണ്ടാകുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഞാനവരെ പറഞ്ഞ് മനസ്സിലാക്കോളാം. ജ്യേഷ്ഠന്റെ വിരോധമൊന്നുമില്ലല്ലോ. ശങ്കുട്ടിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞ? മുടിക്കൽ. പണിയല്ല ചോദിച്ചത്, വീട് എവിടെയാണെന്ന്. കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെറ്റെ പെരുമ്പാവൂർ മുടിക്കൽ, ഹൗസിംഗ് കോളനി നമ്പർ 113. 113 113. അങ്ങനെയൊന്നും ഇല്ല സാറേ, ഉള്ളത് മതി. ശങ്കരൻകുട്ടി ഇവിടെ ആരും ഇല്ലെന്നേ, പേടിക്കണ്ട സാറ് വാ. നന്നായി. മൂത്താളാണല്ലേ? അതെ സാറേ. സുനന്ദ. സാർ ഇപ്പൊ എന്ത് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. സരസു? ഓ, സരസു ഇവിടെ ഇല്ലേ? സരസു ഒന്നും ഇവിടെ ഇല്ല സാറേ. ശങ്കരൻകുട്ടിയുടെ മോള് തന്നെയല്ലേ? ആരുടെ മോളാണെന്ന് ആർക്കറിയാം? പുറത്തെന്തൊരു പളം. ഇവിടെ ആരെങ്കിലും കയറി വന്നാ ഇത് പതിവാ. കുഴപ്പാവോ? അയ്യോ, അങ്ങനെ കുഴപ്പമൊന്നും ആവില്ല സാറേ. സാർ കുറച്ച് കാശിങ് എടുത്തേ, ഞാനത് കൊടുത്ത് അവര് ഒതുക്കാം. നോക്ക്, പോ. വീട് തെറ്റിയതാ. ഞാൻ ശങ്കരൻകുട്ടി. എന്നെ സാറാ? സാറ് വന്നാട്ടെ. സാറേ, ഇത് വളരെ മോശപ്പെട്ട. അല്ലെങ്കിൽ മതി എല്ലാരും പോയാട്ടെ.
അയ്യോടെ ഒരു പേഴ്സ്. എന്റെ വീടിന്റെ നമ്പർ എത്രയെന്ന് പറഞ്ഞേ? 113 അല്ലേ? പെരുവഴിയാക്കി തരാം, ഞാൻ പെരുവഴിയാക്കി തരാം. കാട്ടി ഇതിനകത്തൊന്നുമില്ലേ? സീറോയാണല്ലോ. ആഹാ, അത് ശരി. ഈ സേട്ടന് ഈ പരിപാടി ഉണ്ടോ? ഏതായാലും ഇരിക്കട്ടെ, കൊടുക്കാം. വാസന്തി ருக்கு, மெதுவா பாத்து, நான் சொல்றது கேளுடா. கேக்க வேணாம், நீங்க என்ன மறந்துட்டீங்க. ருக்கு, நான் மறந்துட்டேன்னா பின்ன ஏன் இத்தனை நாளா ஒரு வாட்டி கூட என்ன பார்க்க வரல? உனக்கு தெரியுமா? ஆமாடா, வீட்டுக்குள்ள ஆபீஸுக்குள்ள நிறைய வேலை இருந்து அதான். சரி, அப்படின்னா ஏன் ஆன் பண்ணல? ஆபீஸ் போன் அவுட் ஆஃப் ஆர்டர். அப்ப நினைச்ச வீட்டுக்குள்ள வந்து போன் பண்ணலாம்னு, அங்கேயும் அவுட் ஆஃப் ஆர்டர். ஆக டோட்டல் எல்லாமே அவுட் ஆஃப் ஆர்டர். அதான் நான் ஏன்னா போன் பூத் பக்கத்திலே இல்லையா? பொண்டாட்டியோட பப்ளிக் முன்னாடி போனில் எப்படி பேசுறது? அதான்டா. ஐயோ அப்படியா? ஐயோ நான் உங்களை தப்பா நினைச்சிட்டேன். சாரி சாரி சாரிண்ணா. ஏன்னா இங்க இருந்துட்டு ஒரே போர் அடிக்குதுண்ணா. உனக்கு இப்ப பெட்ரஸ் தானே? டாக்டர் சொன்னது தெரியாதா? உள்ள நம்ம சின்ன கண்ண இருக்கு இல்லையா? நடக்க கூடாது. இப்பதான் நடக்கணும். ഇവിടെ ഉണ്ടായിരുന്ന அப்படி சொல்லுங்கப்பா. முதல்ல உனக்கு எங்க எல்லாம் போனோம் அது சொல்லு. ആദ്യം പാർക്ക്, Number 1, പിന്നെ ബീച്ച്, 2, പിന്നെ ഐസ്ക്രീം പാർലർ, എല്ലാ இடத்துலயும் போணும். வெயிட் வெயிட். அதுக்கெல்லாம் முன்னாடி நீ டாக்டர் போய் பாரு. ஆ. செல்லடா. சரி சரி, ட்ரெஸ் மாட்டிட்டு வா. ஐயோ தேங்க்ஸ்ண்ணா. ஐயோ மெதுவா போனோம். நான் அன்னைக்கு சொல்லி இல்லையா? ஓ, sorry, மெதுவா sorry, போனோம். மெதுவா. கண்ணா பணம் தேவை இருக்கா? ഒന്നും വേണ്ടേ? അയ്യോ പണോ? കുറച്ച് കിട്ടിയ ഞാൻ. சரி நான் எடுத்துட்டு வரேன். ഇനി ഇതിനെ കൊണ്ട് പോണല്ലോ. அப்படியே சொன்னா என்ன மெடிசின்ஸ் இங்க இருந்து வாங்க வேண்டாமா? വേണ്ട വേണ്ട, വെളിയിൽ നിന്ന് വാങ്ങിടാം. ഇങ്ങ ரொம்ப കത്തി. ஓ அப்படியா? പൈസ எதுக்குண்ணா? ഇത് മെഡിസിൻ വാങ്ങുறதுக்கு. ஐயோ இங்க பெரிய கத்தி இல்லையா? വെളിയിൽ താൻ കത്തി, ഇങ്ങ ரொம்ப நல்ல മെഡിസിൻ. ஐயோ அண்ணா உங்க பேசுங்க. ഡോക്ടർ വരുമ്പോൾ അവളുടെ ഒരു പേഴ്സ്. என்னன்னா? പേഴ്സ് എൻ കയ്യിல இருக்கு. நீ போ, சீக்கிரமா போ. டிஸ்பென்சர் அடிச்சிடு. அண்ணா நீங்க கூட வாங்கல. நான் இங்க வெயிட் பண்றேன். நீ போ. ஒரு விஷயம் பேசிக்கிறேன்னா. விஷயம் இல்ல, அப்புறம் சொல்லலாம். ഹലോ മിസ്റ്റർ അപ്പുക്കുട്ടൻ. ഹലോ. അത് സംസാരിക്കാനും നേരമില്ല, ഞാൻ സ്വല്പം തിരക്കില്ല. അല്ല, ആരാ കൂടുണ്ടായിരുന്നു? അത് ഈ അമ്മിക്കല്ലിന്റെയും ആട്ടുകലിന്റെയും പരസ്യത്തിലുള്ള ഒരു മോഡലാ. അമ്മിക്കല്ലോ? എന്താ മിസ്റ്റർ അപ്പുക്കുട്ടൻ? അതെ, അവൾക്ക് കുറച്ച് ഗർഭം. ഏ? അയ്യോ ഞാനല്ല കാരണക്കാരൻ. അല്ല, കാരണക്കാരാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലല്ലേ? ചോദിക്കാൻ പോയതുപോലെ തോന്നിയതുകൊണ്ട് ചോദിക്കാതെ തന്നെ മറുപടി പറഞ്ഞേ ഉള്ളൂ. അല്ല, മിസ്റ്റർ അപ്പുക്കുട്ടൻ ഈ മോഡലായിട്ട് ഇവിടെ? ചെക്കപ്പ് ഗർഭമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ ആർട്ടിസ്റ്റിനെ ചെക്കപ്പ് ചെയ്യിക്കുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതാരും ചോദ്യം ചെയ്യരുത്, അതെന്റെ അവകാശമാണ്. ബൈ ദ ബൈ, ഡോക്ടർ എന്താ ഇവിടെ? ആ, എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട്. പുള്ളി ഒന്ന് കാണാമെന്നാ. അപ്പോഴും ഇവിടെ വരുമ്പോഴും സൂക്ഷിക്കണം. ஏன்னா കണ്ണനോ? അണ്ണൻ അണ്ണൻ. അല്ല, കണ്ണാന്നാണല്ലോ വിളിച്ചത്. അതെ, എന്റെ പഴയൊരു ആർട്ടിസ്റ്റാ. ടിക്ടുണ്ടിയുടെ പരസ്യത്തിൽ ഞാൻ കണ്ണനായിട്ടും അവൾ രുക്മിണിയായിട്ട് അഭിനയിച്ച് അന്ന് മുതൽ കണ്ണാ രുക്മിണി, കണ്ണാ രുക്മിണി. என்னன்னா? ഒന്നുമില്ല എന്നാണ് വിളിക്കാറ്. ഇച്ചിരി വട്ട. அண்ணா ஒரு மருந்தொழிச்சு மீதி எல்லா மருந்தும் கிடைச்சா. அப்படியா? വെരി ഗുഡ്. யாருண்ணா இது? എന്നോട് ഫ്രണ്ടാ. வணக்கம்ண்ணா. വണക്കം പറഞ്ഞ. വണക്കം. நான் ഇവരോட പൊങ്കൽ. മലയാളത്തിൽ പെങ്ങൽ എന്ന് പറയും, ഈ തമിഴിലെ പെങ്ങളെ പൊങ്കൽ എന്ന് പറയും. അതിന്റെ ഒരു ഉത്സവം തന്നെ ഉണ്ടേ. അതാ. അപ്പൊ ധൃതിന്റെ കുറച്ച് വരേങ്ക. വരട്ടെ. ബൈ, സീ യു. ബൈ. വിക്ക് ചിലപ്പോ ഒരു അനുഗ്രഹമല്ലേ? என்ன சொன்னீங்க? ഒന്നുമില്ല. இப்படி இந்த ആ പിച്ചക്കാരനല്ലേ? അവരുടെ രണ്ട് പോലത്തെ ശാന്ത എങ്ങനെ ஐயோ, കേൾക്കുവാ? ஐயோ, சண்டையில வேணாம். ഏയ്, இது பாருங்க. എന്നടാ ഇവിടെ ഒരു ചുറ്റിക്കളി? സേട്ടനെ കാണാതിരിക്കായിരുന്നു. ഓഹോ, ഫാമിലി ആയിട്ട് തന്നെ ഇറങ്ങിയിരിക്കാണല്ലേ? അല്ല സേട്ടാ, ഇതാ സേട്ടന്റെ പേഴ്സ്. ஐயோ ஆமா அண்ணா இது உன்னோட பேசுதானே? ஆமா. ஆமா இது எங்க இருந்து கிடைச்சது? അത് വന്ന് പത്മയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ കവിതയുടെ അടുത്തുനിന്ന്, അതും അല്ലെങ്കിൽ മേനകയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ ഉറപ്പാ സരിതയുടെ അടുത്തുനിന്ന്. അല്ല സേട്ടാ, വാസന്തിയുടെ അടുത്തുനിന്ന്. வாசந்தியா? அது யாரு? വാസന്തി தெரியாதா? புதுசா கெட்ட போற தியேட்டர் வாசந்தி. അല്ല സേട്ടാ, നമ്മ വാസന്തി. ஐயோ, என்ன ഈ പൈറ്റുകാരൻ என்ன பேசுறது தெரியாது. நமக்கு இந்த ஆளு ஒத்து வராது. வா வா, சீக்கிரம் சீக்கிரம் சீக்கிரம். அது வந்து நீங்க பெட்டிக்கடா வீடு இந்த இடத்திலும் தெண்ட வேண்டாம். நல்ல 5 ஸ்டார் ஹோட்டல் இல்லையா, அதுக்கு முன்னாடி இருந்து தெண்டணும். அப்ப 100 ரூபாய் இதை கிட்டும். நீங்க ஒருத்தரும் 100 ரூபாய் தான் கிட்ட தந்தா உங்களுக்கு நான் 1 ரூபாய் வீதம் தரும். கேட்டியா? போ போடு கண்ணா, போ.
ഡോക്ടറെ ഏ? ഹോസ്പിറ്റൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ മാനേജ് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞില്ലേ രാജി, ഇന്ന് തിങ്കളാഴ്ചയാണ്, പേഷ്യൻസ് കൂടുതലുള്ള ദിവസമാണ്. ഒരു നിമിഷം പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പേഷ്യൻസിനോട് വെയിറ്റ് ചെയ്യാൻ പറയണം. ഇത്തിരി നേരം വെയിറ്റ് ചെയ്തെന്ന് വെച്ച് ചത്തൊന്നും പോത്തില്ലല്ലോ. ആ എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നോണ്ട് ഞാൻ പേഷ്യൻസിനോട് പറയാം, എന്റെ ഭാര്യയ്ക്ക് അരിയും പച്ചക്കറികളും വാങ്ങണം, ഇല്ലെങ്കിൽ അവള് പിണങ്ങോന്ന് പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരാം. പോരെ? അത് മതി. എടി കഴുതേ, ഞാൻ വരുമെന്നാ നീ കരുതിയത്? പിന്നെ പിന്നെ ഒന്നുമില്ല, 1 മണിക്കൂർ പോയിട്ട് ഒരു നിമിഷം പോലും എനിക്ക് ഫ്രീ ആകാൻ പറ്റില്ല. സാധനങ്ങൾ വാങ്ങണമെങ്കിലേ തനിച്ചങ്ങ് പോയാൽ മതി, വേറെ പണിയൊന്നുമില്ലോ. പോട്ടെ.